വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. RBI വാസ് നാഷണലൈസ്ഡ് ഓൺ. RBI നാഷണലൈസ് ചെയ്തത് 1/3/1949, 1/1/1949, 1/4/1935, 1/1/1947. ഇതാണ് ഓപ്ഷൻസ് കേട്ടോ. അപ്പോൾ എന്നാണ് RBI നാഷണലൈസ് ചെയ്തത്? ഓക്കെ, അപ്പോൾ ഉത്തരം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 1/1/1949. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The expense of the banking ombudsman are met by. The expenses of the banking ombudsman are met by. The expenses of the banking ombudsman are met by. ആരാണ് മെറ്റ് ചെയ്യുന്നത്? എക്സ്പെൻസസ് ഓഫ് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മെറ്റ് ചെയ്യുന്നത് RBI ആണ്. എക്സ്പെൻസസ് ഓഫ് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഓൺ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്നാണ് ഫോം ചെയ്തത്? ജനുവരി 10, 1982, ജനുവരി 1, 1982, ജൂൺ 1, 1982, ജൂലൈ 1, 1982. ഏതാണ് ഉത്തരമായിട്ട് വരിക? ജാനുവരി 1, 1982 എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഫോം ചെയ്തത് അല്ലേ. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ IBA എന്നറിയപ്പെടുന്ന സ്ഥാപനം എന്നാണ് ഫോം ചെയ്തത്? 1969, 1990, 1946, 1949. അപ്പോൾ എന്നാണ്? 1946 ഉത്തരമായിട്ട് വരിക. കറക്റ്റ് ഡേറ്റ് വേണമെങ്കിൽ സെപ്റ്റംബർ 26, 1946 IBA സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 26 സെപ്റ്റംബർ 1946. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡാഷ് ആർ ദ അസറ്റ്സ് വിച്ച് പെർഫോം ഇൻ ദ നോർമൽ വേ ആൻഡ് ഡു നോട്ട് കോസ് എനി പ്രോബ്ലം ടു ദ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് നോക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, NPA. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഡു നോട്ട് കോസ് എനി പ്രോബ്ലം. ഒരു പ്രോബ്ലം ഇല്ല ബാങ്കിന്. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഏത് അസറ്റ് ആയിരിക്കും? സ്റ്റാൻഡേർഡ് അസറ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർഫാസി ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. സർഫാസി ആക്ട് യൂട്ടിലൈസസ് ദ ബാങ്ക് ആസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ. എന്തിനുള്ള എഫക്റ്റീവ് ടൂളാണ് സർഫാസി ആക്ട്? റിക്കവറി ഓഫ് NPA, എൻഷുവർ KYC, പ്രിവെൻറ്റിംഗ് ഫ്രോഡ്സ് ഇൻ ബാങ്ക്സ്, ഡോക്യുമെൻറ്റേഷൻ. എന്തിനു വേണ്ടിയുള്ളതാണ്? സർഫാസി ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സർഫാസി ആക്ട് NPA റിക്കവറിയായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓക്കെ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ലോൺ. ബ്രിഡ്ജ് ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കോ കൂടുതലായിരിക്കോ? ലോ ആണോ ഹൈ ആണോ? കൺസിഡറബിളി ലോ ആണ്. ഫ്ലക്ച്വേഷൻസ് ഇൻ നേച്ചറാണ്. അപ്പോൾ എന്താണ് ബ്രിഡ്ജ് ലോൺ? ബ്രിഡ്ജ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പീരിയഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു വലിയൊരു ലോണിന് അപ്ലൈ ചെയ്തു, ഇപ്പോൾ ഒരു 100 കോടിക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു 10 കോടി വേണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 1 കോടി വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ട് കിട്ടുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുറേ തരത്തിലുള്ള പേരുകളുണ്ട് അതിന്. ക്യാവിറ്റി, അങ്ങനത്തെ കാവറ്റ് ലോൺ, ക്യാവിയറ്റ് ലോൺ, പിന്നെ അതുപോലെ തന്നെ സ്വിങ് ലോൺ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ബ്രിഡ്ജ് ലോൺ കേട്ടോ. ക്യാവിയറ്റ് ലോൺ തന്നെയാണ് എൻ്റെ ഓർമ്മ. ക്യാവിയറ്റ് ലോൺ, പിന്നെ സ്വിങ് ലോൺ, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട് ബ്രിഡ്ജ് ലോൺ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വലിയ എമൗണ്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടവേളകളിൽ ഉള്ള എമൗണ്ടാണ്. അപ്പോൾ അത് വലിയ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് പേ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് കൊടുക്കുന്നത് കാരണം തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ഹൈ ആയിരിക്കും ബ്രിഡ്ജ് ലോണിന്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് BR ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ ഇയർ. കോപ്പറേറ്റീവ് ബാങ്കിന് BR ആക്ട് ആപ്ലിക്കബിൾ ആയ വർഷം ഏതാണ് വർഷം? 1966. ഓക്കെ, സെക്ഷൻ 18 ഓഫ് BR ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡീൽസ് വിത്ത് സെക്ഷൻ 18 മെയിൻ്റനൻസ് ഓഫ് SLR, കീപ്പിംഗ് CRR, മെയിൻറ്റെയിൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്, ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. എന്തുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 18? സെക്ഷൻ 18 CRR കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BSBDA. BSBDA അക്കൗണ്ടായി ബന്ധപ്പെട്ട റോങ് വൺ ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ബാലൻസ് ആവശ്യമില്ല. ശരിയാണ് അല്ലേ? നോ ATM കാർഡ് ഫെസിലിറ്റി. ATM കാർഡ് കൊടുക്കുന്നുണ്ടോ BSBDAക്ക്? ഉണ്ടോ? അടുത്തത് നോക്കാം. ഹോൾഡേഴ്സ് ഓഫ് BSBDA ആർ നോട്ട് എലിജിബിൾ ഫോർ ഓപ്പണിംഗ് ഓഫ് എനി അതർ സർവീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അത് ശരിയാണ്. കാരണം BSBDA അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് 30 ഡേയ്സിനുള്ളിൽ ക്ലോസ് ചെയ്തതായിട്ട് കൊടുക്കണം. അതിനുശേഷം മാത്രമേ BSBDAക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ BSBDA ഉണ്ടെങ്കിൽ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. മറ്റു എല്ലാ ടൈപ്പ് ഓഫ് അക്കൗണ്ടും പാടില്ല എന്നല്ല, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പാടില്ല. അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ പെർമിറ്റഡ് മാക്സിമം ഓഫ് 4 വിഡ്രോവൽസ്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ നോ ATM കാർഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. ഒരു BSBDA അക്കൗണ്ട് ആണെങ്കിൽ പോലും അത് ഒരു ലോ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും റെസ്ട്രിക്ഷൻസ് കുറവാണ്. പക്ഷേ എന്തില്ല, അതിന് ATM കാർഡ് കൊടുക്കില്ല, അങ്ങനെയൊന്നുമില്ല. സാധാരണ ചെയ്യുന്ന എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസും അതിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നോ ATM കാർഡ് ഫെസിലിറ്റി എന്നുള്ളത് എന്താണ്? റോങ് തന്നെയാണ്. ATM കാർഡൊക്കെ കൊടുക്കും കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇൻ അഡീഷൻ ടു ബാങ്കർ ഹു ഹാസ് എ ജനറൽ ലീൻ. ബാങ്കർ കൂടാതെ വേറെ ആർക്കാണ് ജനറൽ ലീൻ ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ബാങ്കർ കൂടാതെ വേറെ കുറച്ച് ആൾക്കാർക്ക് ജനറൽ ലീൻ ഉണ്ട്. അപ്പോൾ അതാരാണെന്ന് നമുക്ക് നോക്കാം. അതായത് ജനറൽ ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീൻ ഒരു അവകാശമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ലീൻ സ്പെസിഫിക് ആയിട്ടുള്ളത്, ജനറൽ ലീൻ കോമൺ ആയിട്ടുള്ള ബാങ്കർക്കല്ലാത്ത വേറെ ആർക്കൊക്കെ ഉണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഡീഫോൾട്ടർ, ഗ്യാരണ്ടർ, അറ്റോർണി, അതുപോലെ തന്നെ ഡെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്കാണ് ജനറൽ ലീൻ? അപ്പോൾ ജനറൽ ലീൻ ആർക്കൊക്കെയാണ് എക്സസൈസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ബാങ്കേഴ്സിന് പറ്റും, പിന്നെ അതുപോലെ തന്നെ ഫാക്ടേഴ്സിന് പറ്റും, പിന്നെ വാർഫിംഗേഴ്സ്. അതായത് വാർഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു വെയർ ഹൗസ് കീപ്പേഴ്സ്, അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. അറ്റോർണീസിന് പറ്റും, പിന്നെ പോളിസി ബ്രോക്കേഴ്സിന് കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ അറ്റോർണി ഉണ്ട് ഓപ്ഷനിൽ, അപ്പോൾ അറ്റോർണീസിന് കഴിയും. അതാണ് ബാങ്കറെ കൂടാതെ വേറെ ആർക്കൊക്കെയാണ് ജനറൽ ലീൻ ഉപയോഗിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള അവകാശം നേടിയെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ബാങ്കേഴ്സിന് പറ്റും, ഫാക്ടേഴ്സിന് പറ്റും, വാർഫിംഗേഴ്സിന് പറ്റും, അറ്റോർണീസിന് പറ്റും, പോളിസി ബ്രോക്കേഴ്സിന് പറ്റും. അതായത് ഇപ്പോൾ ബാങ്കിൽ നമ്മളൊരു ആധാരം കൊണ്ടുവച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ കൊടുത്തു, നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ അത് എടുക്കാൻ നമ്മളോട് ചോദിക്കണോ? വേണ്ട അല്ലേ. നമ്മൾ ഓൾറെഡി പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കത് നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ച് പിടിക്കാനുള്ള ഒരു അവകാശം, അതാണ് ലീൻ എന്നത്, ജനറൽ ലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ബാങ്കേഴ്സ് ലീൻ ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ബാങ്കർക്ക് മാത്രമേ അതുള്ളൂ, ഇംപ്ലൈഡ് പ്ലഡ്ജുള്ളൂ. ഈ ഒരു സംഭവത്തൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് ബാങ്കിന് അത് ഈടാക്കാം. ഇപ്പോൾ ഒരു സ്ഥലം വെച്ചിട്ടാണ് ലോൺ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാലും എൻ്റെ വീട് വിറ്റിട്ടായാലും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? വീട് വിറ്റിട്ടായാലും ആ കാശ് ബാങ്കിന് കൊടുക്കേണ്ടി വരും. അവിടെ ഒരു പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടി മാത്രം ഊന്നിയല്ല ബാങ്ക് ലോൺ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇംപ്ലൈഡ് പ്ലഡ്ജ്. ജനറലി ബാങ്കിനുള്ളതാണ് ഇംപ്ലൈഡ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാങ്കർക്ക് കൂടാതെ വേറെ ആർക്കൊക്കെയാണ് ജനറൽ ലീൻ പ്രയോഗിക്കാനുള്ള അവകാശമുള്ളത്. ബാങ്കേഴ്സിനുണ്ട്, ഫാക്ടേഴ്സിനുണ്ട്, വാർഫിംഗേഴ്സിനുണ്ട്, അറ്റോർണീസിനുണ്ട്, പിന്നെ പോളിസി ബ്രോക്കേഴ്സിനുണ്ട്. ഇവർക്കൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഓപ്ഷൻസിൽ ഓപ്ഷണർ എന്ന് കാണിക്കും. ഓപ്ഷണർക്ക് ഇല്ല കേട്ടോ. ഓപ്ഷണേഴ്സിന് അങ്ങനത്തെ ഒരു ജനറൽ ലീൻ ഇല്ല. അപ്പോൾ അത് തെറ്റായതാണ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് ഓപ്ഷണർ ഉണ്ടോ എന്ന്. അപ്പോൾ ഓപ്ഷണർക്ക് ഇല്ല എന്നാണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് KYC ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ടതാണ്. KYC ഗൈഡ് ലൈൻ എന്നിങ്ങനെ ഇഷ്യൂഡ് അണ്ടർ എന്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്? നോ യുവർ കസ്റ്റമർ ആണ് KYCയുടെ ഫുൾ ഫോം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ KYC ഗൈഡ് ലൈൻസ് എന്തിനാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ആൻറ്റി മണി ലോണ്ടറിങ് തന്നെയാണ്. കാരണം വ്യക്തിപരമായിട്ട് ഒരു ഐഡൻറ്റിറ്റി അറിയണം അല്ലേ, ആരാണ് എന്താണ് ബാങ്കിൻ്റെ കസ്റ്റമർ എന്നുള്ളൊരു സംഭവം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് KYC വാങ്ങിക്കണത് തന്നെ. അവർക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു പോളിസി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു കള്ളപ്പണം നിയന്ത്രണം അല്ലെങ്കിൽ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന ഒരു നടപടിക്രമങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് KYC ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ KYCയെ ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച്
KYCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട്, അതായത് പൊതുവേ കാണാറുണ്ട് KYC ബന്ധപ്പെട്ട് റയറായിട്ടുള്ള. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. നമുക്ക് വല്ല സോഴ്സസ് ഉണ്ടെങ്കിൽ നോക്കി വയ്ക്കണം. ഇത് കോമ്പിനേഷൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എക്സാമിൻ്റെ സമയമായി, നമ്മൾ ഒരുപാട് ഓവർലോഡ് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അടുത്ത എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലത്തെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമ്മുടെ നോളജിൻ്റെ ലെവൽ നമുക്ക് ഉയർത്താം. ഓക്കെ. ദ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. BSBD ആണോ, കാസയാണോ, നോസ്ട്രയാണോ, അതോ ഫ്ലെക്സി ആണോ എന്നാണ് ചോദ്യം. ഓക്കെ. അത് ടേം ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ FD, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അക്കൗണ്ട്സ് അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ളൊരു ജോയിൻ്റ് ആയിട്ടുള്ള പേര് എന്താണെന്നാണ്. ജോയിൻ്റ് ആയിട്ടുള്ള പേര് എന്താണ് അതൊരു പേര്? ഫ്ലെക്സി എന്നാണ് പറയുക കേട്ടോ. ഫ്ലെക്സി. അപ്പോൾ ഈ ഫ്ലെക്സി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബിസിനസ്സുകാരനാണ്, കറണ്ട് അക്കൗണ്ടാണുള്ളത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ധാരാളം പൈസ, 1 ലക്ഷത്തിന് മുകളിൽ എപ്പോഴും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം എന്നൊക്കെ കിടക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബാങ്കിനോട് പറയണം എന്ത്, പിന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റിൽ കടന്നാലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് മാറി സേവിങ്സ് ഡെപ്പോസിറ്റിൽ 1 ലക്ഷത്തിന് മുകളിൽ എപ്പോഴും കിടക്കുക. അപ്പോൾ നമ്മൾ ബാങ്കിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എന്ത്, 1 ലക്ഷത്തിന് മുകളിൽ 1 ലക്ഷം ഇട്ടാൽ മതി, അതിന് മുകളിലുള്ളതൊക്കെ നമ്മൾ FDയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 1,50,000 വന്നാൽ 50,000 എടുത്തിട്ട് FD ഇടുക. ഇത്ര കീപ്പ് ചെയ്താൽ മതി അക്കൗണ്ടിൽ. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? FD ആയിട്ട് കൺവേർട്ട് ചെയ്തോളാം. നമ്മളൊരു ധാരണ ബാങ്കുമായിട്ട് വെക്കുമ്പോൾ ബാങ്ക് അത് സിസ്റ്റം ത്രൂ ചെയ്തോളും. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വരാം. അപ്പോൾ പെട്ടെന്നൊരാൾ പിന്നെ ഒരു വലിയ ചെക്കും കൊണ്ടുവന്നു, അപ്പോൾ മാറാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറാൻ പറ്റും. അപ്പോൾ ബാങ്ക് ക്ലറിക്കലി തന്നെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ അതിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എമൗണ്ട് കൂടുമ്പോൾ അത് തന്നെ എന്താ ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ ഒരു FD ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ആ FDയുടെ റെസിപ്റ്റ് അല്ലെങ്കിൽ FDR ഒന്നും നമുക്ക് തരില്ല, അതിൻ്റെ രേഖകളൊന്നും തരില്ല. കാരണം അത് സ്ഥിരമല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും അത് ക്ലോസ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സി മൂലമുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമുക്ക് കൂടുതൽ ഈ ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ, കറണ്ട് അക്കൗണ്ടിൽ പിന്നെ പലിശയില്ല. സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ പിന്നെ വളരെ കുറച്ച് 4% അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കുറവൊക്കെ കിട്ടുക. പക്ഷേ ടേം ഡെപ്പോസിറ്റ് പോലെ FDസിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു യൂസിന് വേണ്ടിയിട്ടാണ്. പിന്നെ സേഫ്റ്റി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഫ്ലെക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് പറയണമെങ്കിൽ ദ പർപ്പസ് ഓഫ് ഡെപ്പോസിറ്ററി സർവീസ് റെൻഡേർഡ് ബൈ ബാങ്ക്. ഡെപ്പോസിറ്ററി സർവീസ് റെൻഡർ ചെയ്യുന്നതിൻ്റെ പർപ്പസ്, ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കളക്റ്റിംഗ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്, ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഡെപ്പോസിറ്ററി സർവീസ്? അപ്പോൾ എന്താണ് ഈ ഡെപ്പോസിറ്ററി സർവീസ് എന്ന് വെച്ചാൽ? ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സാധനം സൂക്ഷിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സേഫായിട്ട് നമുക്ക് കൊടുത്ത്, അതാണ് നോർമലുള്ളൊരു മീനിങ് എന്ന് വെച്ചാൽ. അപ്പോൾ ബാങ്കിങ് സെൻസിൽ ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ അങ്ങനെ സാധനം അതല്ല സംഭവം. ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ, ഡെപ്പോസിറ്ററീസ് ആർ ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ് ദാറ്റ് ഹോൾഡ് യുവർ സെക്യൂരിറ്റീസ് ഇൻ ആൻ ഇലക്ട്രോണിക് ഓർ ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റ്. നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീമെറ്റീരിയൽസ് ഫോർമാറ്റിലുള്ള സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെപ്പോസിറ്ററി എന്ന് പറയുക. അപ്പോൾ എന്താ ഡെപ്പോസിറ്ററി? ഡെപ്പോസിറ്ററീസ് ആർ ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ് ദാറ്റ് ഹോൾഡ്സ് യുവർ സെക്യൂരിറ്റീസ് ഇൻ ആൻ ഇലക്ട്രോണിക് ആർ ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റ്. അങ്ങനെ അപ്പോൾ അത് ആരാ ഡെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററി NSDL CDSL ആണ്. NSDL എന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്. 1996 കാലഘട്ടത്തിലാണ് രൂപീകരിച്ചത് കേട്ടോ. അപ്പോൾ NSDL ആണ് നമ്മുടെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് എന്നറിയപ്പെടുന്നതും ഫസ്റ്റ് എന്നറിയപ്പെടുന്നതും. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്, NSDL ആണ്. പിന്നെ CDSL ഉണ്ട്, അത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് ആണ് കേട്ടോ. ആരാണ് CDSL എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഈ NSDLും CDSLും ആണ് പ്രധാനമായിട്ട് ഡെപ്പോസിറ്ററി സർവീസ് റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? സാധാരണ ഡെപ്പോസിറ്ററി സർവീസസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പണി ആർക്കാണ്? സെബിക്കാണ് കേട്ടോ. സെബിയാണ്, സെക്യൂരിറ്റീസ് ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയാണ് ഈ ഡെപ്പോസിറ്ററീസിൻ്റെ നിയന്ത്രണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുറത്തിറക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ സേഫ്റ്റി നോക്കലും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ എന്താ ഡെപ്പോസിറ്റർ ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക സുരക്ഷിത ആവണം. വല്ലാണ്ട് സുരക്ഷിതത്വമൊന്നും നമ്മുടെ ഈ ഒരു ഷെയർ മേഖലയിൽ ഇല്ല. എന്നിരുന്നാലും ഫ്രോഡുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാൽ പ്രാക്ടീസസും സംഭവങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള
രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്ററീസ് വർക്ക് ചെയ്യുന്നു. അതാണ് ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഷെയർസ് ആണ് ഇവരുടെ പർപ്പസ്, ഉദ്ദേശം എന്നത്. ഇനി പ്രവാസി കിരൺ ലോൺ സ്കീം ലോഞ്ച് ചെയ്ത് ഏത് ബാങ്കാണെന്നാണ്. അപ്പോൾ അത് എല്ലാ പ്രാവശ്യവും കേരള ബാങ്കുമായി ബന്ധപ്പെട്ടോ ചിലപ്പോൾ SBI ആണ് ചോദിക്കാറില്ല. എന്തായാലും കേരള ബാങ്കോ SBI ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോൺ സ്കീമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കി പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ കേരള ബാങ്കാണ് പ്രവാസി കിരൺ. എല്ലാ എക്സാമിനും എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. പ്രവാസി കിരൺ ഈസ് എ ലോൺ സ്കീം ലോഞ്ച്ഡ് ബൈ കേരള ബാങ്ക്. ഓക്കെ. പിന്നെ FATF ചോദിച്ചിട്ടുണ്ട്. FATFിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ്. അപ്പോൾ കറക്റ്റ് ആയത് മാത്രം പഠിക്കുക, ബാക്കിയുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ടായാലോ. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, പ്രീവിയസ് ആയിട്ട് ധാരാളം ചോദിച്ചു കാണാറുള്ളതാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെ ഈ കള്ളപ്പണത്തിനെതിരെയുള്ള സംഭവങ്ങളൊക്കെ ബാങ്കുകൾ ഈ ഫിനാൻഷ്യൽ FATFിൽ കൊടുക്കണം, വിവരം കൊടുക്കണം. അതാണ് സംഭവം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്ഷൻ 89 NI ആക്ടിൽ ഡീൽ ചെയ്തിരുന്നത് എന്താണ്? സെക്ഷൻ 89 ഓഫ് ദ NI ആക്ട് ഡീൽസ് മാർക്കിംഗ് ഓഫ് ചെക്ക്, പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ, മെറ്റീരിയൽ ആൾട്രേഷൻ, പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 89 ഉള്ളത്? അപ്പോൾ സെക്ഷൻ 89 എന്താണ്? പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കറാണ് സെക്ഷൻ 89 ഉള്ളത്. സെക്ഷൻ 89 പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കറാണ്. ഓക്കെ. ടു ഹൂം ഹാസ് ദ ഫസ്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് റൈറ്റ്? ഫസ്റ്റ് അപ്രോപ്രിയേഷൻ റൈറ്റ് ഉള്ളത് ആർക്കാണ്? അപ്രോപ്രിയേഷൻ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ക്രമം, അതായത് ഇപ്പോൾ 2 അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കറുടെ കസ്റ്റമർക്ക് ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ ബാങ്കർക്ക് കൊടുക്കുന്നത്, അതായത് കസ്റ്റമറാണ് തീരുമാനിക്കുക അല്ലേ. ഏത് ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് വന്നു അല്ലെങ്കിൽ ഒരു ചെക്ക് വന്നു, അത് ഏത് അക്കൗണ്ടിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് തീരുമാനം ആരുടെയാണ്? എപ്പോഴും ഫസ്റ്റ് അപ്രോപ്രിയേഷൻ റൈറ്റ് ആർക്കാണ് പോവുക? കസ്റ്റമറാണ് കൊടുക്കുക അല്ലേ. കസ്റ്റമർ ഒരു ഇത് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ബാങ്കിന് അങ്ങനെ എടുക്കാനുള്ളൊരു അവകാശമുള്ളത്. അപ്പോൾ ഫസ്റ്റ് അപ്രോപ്രിയേഷൻ എപ്പോഴും ആർക്ക് തന്നെയാണ്? കസ്റ്റമർക്ക് തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് വിച്ച് വൺ ഈസ് കൺസിഡേർഡ് ആസ് ദ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്? ഏറ്റവും ലോ കോസ്റ്റായി അറിയപ്പെടുന്ന ഡെപ്പോസിറ്റ് ഏതാണ്? ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ഏതാണ്? ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എപ്പോഴും എന്ത് തന്നെയാണ്? ഫ്ലെക്സി ആണോ, റിക്കറിങ് ആണോ, ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ആണോ, കാസയാണോ? കാസയാണ് കേട്ടോ. കാസയ്ക്ക് വളരെ കുറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? കാസയാണ്. വലിയ രീതിയിലൊന്നും കൊടുക്കണ്ട. കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ പിന്നെ പലിശ തന്നെ ഇല്ല. സേവിങ്സ് അക്കൗണ്ടിൽ നാമമാത്രമായ പലിശ കൊടുത്താൽ മതി. ഓക്കെ. അടുത്തത് പറയുന്നത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമാണ്? പെൻഷനാണോ, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണോ, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണോ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുള്ളതാണോ? അപ്പോൾ അത് സുരക്ഷ നോക്കുമ്പോൾ തന്നെ അറിയാം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡാഷ് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് എ ബാങ്ക് ഹോൾഡ്സ് ഇൻ എ പ്രൈവറ്റ് കറൻസി ഫോറിൻ കറൻസി ഇൻ അനദർ ബാങ്ക്. അതായത് ഫോറിൻ കറൻസി മറ്റ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പം ആ ബാങ്ക് അക്കൗണ്ട് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് ഹോൾഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫോറിൻ കറൻസി ഇൻ അനദർ ബാങ്ക്. ഫോറിൻ കറൻസി ഇൻ അനദർ ബാങ്ക്. അനദർ ബാങ്കിൽ ഫോറിൻ കറൻസി വെക്കുമ്പം ഏത് തരത്തിലുള്ളതാണ് ഉപയോഗിക്കണം? ഏത് അക്കൗണ്ടാണ്? നോസ്ട്രോ ആണ് കേട്ടോ. നോസ്ട്രോ ആണ്. ഫോറിൻ കറൻസിയാണ് അനദർ ബാങ്ക്. ഓക്കെ, അതാണ് നോസ്ട്രോ എന്നറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പവർ ഓഫ് അറ്റോർണി ഈസ് എ ഡോക്യുമെൻ്റ് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആസ്. പവർ ഓഫ് അറ്റോർണി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് സ്റ്റാമ്പ് ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ബുക്ക് എവിഡൻസ് ആണോ, ഇന്ത്യ? അതിൽ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് അല്ലേ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണോ, സ്റ്റാമ്പ് ആക്ട് ആണോ, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? അത് അറിയാം, സ്റ്റാമ്പ് ആക്ട് തന്നെയാണ്. സ്റ്റാമ്പ് ആക്ട് പ്രകാരമാണ് ഈ ഒരു പവർ ഓഫ് അറ്റോർണിയൊക്കെ. അത് ഡോക്യുമെൻ്റ് ആണല്ലോ, അത് ഡ്യൂലി സ്റ്റാമ്പ് ചെയ്യുന്നതൊക്കെ അവർ ആക്ട് വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട് ഓൺലി ദ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ടിൽ ദ ടൈം ഷീ ഓർ ഹീ ഈസ് അലൈവ്. അതായത് ജോയിൻ്റ് അക്കൗണ്ടാണ്, രണ്ടു കൂട്ടരും തമ്മിലുള്ള അക്കൗണ്ടാണ്. ഓൺലി ദ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ പ്രൈമറിക്കാണ് ആക്സസ് ചെയ്യാൻ പറ്റുക ആൻഡ് ഓപ്പറേറ്റ് ദാറ്റിൽ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആർക്ക് മാത്രമേ? പ്രൈമറിക്ക് മാത്രമേ, ഫസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് മറ്റാൾക്ക് അതിനൊരു
അവകാശം കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള അക്കൗണ്ടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് ഫസ്റ്റത്തെ ആൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ആർക്കാണ്? ഏതാണ്? ഫോർമറാണ് കേട്ടോ. ഫോർമർ ഓർ സർവൈവറാണ് പറയുന്നത്. ഫസ്റ്റത്തെ ആൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമർ ഓർ സർവൈവറാണ് പറയുക കേട്ടോ. നെക്സ്റ്റ് ദ റൂൾ ഓഫ് ക്ലെയ്റ്റൺസ് കേസ്. ക്ലെയ്റ്റൺസ് കേസ് അപ്ലൈ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണെന്ന്, ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് ക്ലെയ്റ്റൺ കേസ് അപ്ലൈ ചെയ്യാറുള്ളത്? എൻഡൗമെൻ്റ് ആണോ, നോസ്ട്രോ ആണോ, SB ആണോ, കറൻ്റ് ആണോ? അപ്പോൾ കറൻ്റ് അക്കൗണ്ടുകളിലാണ് നോർമലി എന്ത് യൂസ് ചെയ്യാറ്? ക്ലെയ്റ്റൺസ് കേസ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ അപ്രോപ്രിയേഷൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടതാണ് ക്ലെയ്റ്റൺ കേസ്. ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക? ബാങ്ക്സ് ആണോ, അതോ NBFCs ആണോ, ഇൻഷുറൻസ് കമ്പനീസ് ആണോ, മ്യൂച്വൽ ഫണ്ട്സ് ആണോ? തീർച്ചയായിട്ടും ബാങ്കുകളാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പിന്നെ എക്സ്പോർട്ടറും ഇമ്പോർട്ടറും പിന്നെ അവരുടെ 2 ബാങ്കുകളുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം അപ്പുറത്തേക്ക് ഷിപ്പ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ഒരു ആൾക്കാർക്കൊരു വിശ്വാസം മാത്രം പോരല്ലോ, അപ്പോൾ ഒരു ബാങ്കിൻ്റെ ഉറപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? ഡെറ്റർ ആണോ ക്യാൻ ഡ്രോ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ക്രെഡിറ്റർ ക്യാൻ ഡ്രോ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബാങ്ക് വിൽ ഡ്രോ എ ബിൽ ഓൺ കസ്റ്റമർ അറ്റ് ദ ടൈം ഓഫ് ഓവർ ഡ്രാഫ്റ്റ്, ബയർ ക്യാൻ ഡ്രോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആർക്കാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യാൻ കഴിയും? അപ്പോൾ നമുക്കറിയാം ബില്ല് ആരാണ് ഡ്രോ ചെയ്യുന്നത് അല്ലേ. പ്രോമിസറി നോട്ട് ഡെറ്റർ ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് ഡ്രോ ചെയ്യുക? ക്രെഡിറ്റർ ആണ് അല്ലേ. എനിക്ക് പൈസ കിട്ടാണ്ടെങ്കിൽ ഞാനത് എഴുതിയിട്ട് അയാളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുക. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാറ് എന്നാണ്. കമ്പനിയാണോ, ട്രസ്റ്റ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, MNCs ആണോ? ട്രസ്റ്റ് ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. ട്രസ്റ്റുകളായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ത് ചെയ്യാറുള്ളത്? ഓർഗനൈസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ്. ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതെങ്ങനെയാണ് ഡ്രോൺ ചെയ്യുന്നത്? അതിൽ പറഞ്ഞിട്ടുണ്ടാവും അത് ആരുടെ പേരിലാണെന്ന് അല്ലേ. അപ്പോൾ അതൊരു ബാങ്കറെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയണത് ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ എന്നാണ് ഉത്തരമായിട്ട് വരിക. ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ചിട്ടാണ്. നോമിനേഷൻ ഫെസിലിറ്റി ടു ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആർ അലൗഡ് ആസ് പെർ. നോമിനേഷൻ ഫെസിലിറ്റി അലൗ ചെയ്യുന്നത് ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്? KCS ആക്ട് ആണോ, കോൺട്രാക്റ്റ് ആക്ട് ആണോ, RBA ആക്ട് ആണോ, BR ആക്ട് ആണോ? ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത്? നോമിനേഷൻ ഫെസിലിറ്റിയുടെ കാര്യം പറയുന്നത് നമ്മുടെ BR ആക്ടിൽ തന്നെയാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ തന്നെയാണ്. നോമിനേഷൻ ഫെസിലിറ്റി ടു ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആർ അലൗഡ് ആസ് പെർ BR ആക്ട്. നെക്സ്റ്റ് വരുന്നത് മിക്സഡ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. മിക്സഡ് ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ ബാങ്ക് കമ്പൈൻ ബോത്ത് ഡാഷ് ബാങ്ക്സ്. ഏതൊക്കെ 2 ബാങ്കുകളെ തമ്മിലാണ് മിക്സഡ് ബാങ്കിങ്ങിൽ പിന്നെ കമ്പൈൻ ചെയ്യിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏതൊക്കെ ബാങ്കുകളെയാണ് കമ്പൈൻ ചെയ്യിക്കുന്നത്? ഡെപ്പോസിറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഡെപ്പോസിറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്, ഡെപ്പോസിറ്റ് ആൻഡ് ലോക്കൽ ബാങ്കിങ്. ഏത് ടൈപ്പ് ബാങ്കുകളെയാണ് ഒന്നാക്കുന്നത്? ഡെപ്പോസിറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെയാണ് എന്ത് ചെയ്യുന്നത്? മിക്സഡ് ബാങ്കിങ്ങിൽ ബാങ്ക്സ് കമ്പൈൻ ബോത്ത് ബാങ്ക്സ് എന്ന് പറയുന്നത്. മിക്സഡ് ബാങ്കിങ് ജർമ്മനിയിലാണ് ഒറിജിൻ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ പേപ്പർ ചെക്ക്. പേപ്പർ ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ട്രങ്കേറ്റഡ് ചെക്ക് എന്നാണ് അറിയപ്പെടുക. എന്താ പേരിൽ അറിയപ്പെടുക? ട്രങ്കേറ്റഡ് ചെക്ക് എന്നാണ് അറിയപ്പെടുക. ക്രോസ്ഡ് ചെക്ക്, മ്യൂട്ടിലേറ്റഡ് ചെക്ക്, ട്രങ്കേറ്റഡ് ചെക്ക്, ഓപ്പൺ ചെക്ക്, 4 ഓപ്ഷനാണുള്ളത്. ഉത്തരമായിട്ട് വരുന്നത് ട്രങ്കേറ്റഡ് ചെക്കാണ്. പിന്നെ RTGSൻ്റെ കാര്യം വരുന്നു. RTGS സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBA. എന്നാണ് RTGS പിന്നെ തുടങ്ങിയത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത്? RBA ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ RTGSൻ്റെ വർഷം എന്നാണ്? 2004 RTGS തുടങ്ങിയത് കേട്ടോ. RTGS 4 അക്ഷരമുള്ള RTGS. അപ്പോൾ 2004 എന്നോ അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. RTGS 2004. നെക്സ്റ്റ് പറയുന്നത് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണിയാണ്. ഇതൊരു പേയ്മെൻറ്റ് ആപ്പ് ലോഞ്ച്ഡ് ടു ബ്രിങ്. അപ്പോൾ ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്.
ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണോ, ഡിസ്പേഴ്സ് ലോൺസ് ആണോ, KYC ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണോ, പ്രിവെൻറ്റ് ഫ്രോഡ്സ് ഇൻ ബാങ്ക് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാരത് ഇൻ്റർഫേസ് ഓഫ് മണി, അതായത് ഭീം ആപ്പ് എന്നാണ് അറിയപ്പെടുക കേട്ടോ, ഭീം ആപ്പ് എന്നാണ് അറിയപ്പെടുക. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഭീം ആപ്പ് കൊണ്ടുവരുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ആരാണ് ഭീം ആപ്പ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ NPCIയുടെ പ്രൊഡക്റ്റാണ്, അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ പ്രൊഡക്റ്റാണ് എന്ത്, ഭീം ആപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഭീം ആപ്പിൻ്റെ ഒരു വർഷം ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭീം ആപ്പുമായി ബന്ധപ്പെട്ടൊരു വർഷം ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഭീം ആപ്പ് ലോഞ്ച് ചെയ്തത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്. അദ്ദേഹമാണ് ലോഞ്ച് ചെയ്യുന്നത്. 30 ഡിസംബർ 2016 ഡേറ്റ് കേട്ടോ. 30 ഡിസംബർ 2016, ഡിസംബർ 30, 2016 ലോഞ്ച് ചെയ്യുന്നത്. 20 ഭാഷകളിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഭീം ആപ്പ് 20 ഭാഷകളിൽ അവൈലബിൾ ആണ്. NPCI ആണ് ഡെവലപ്പർ എന്ന് പറയുന്നത്, അവരുടെ പ്രൊഡക്റ്റാണ്, NPCIയുടെ പ്രൊഡക്റ്റാണ് ഭീം ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ NPCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഫോർ ഓൾ റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്നത് ആരാണ്? NPCI ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഭീം ആപ്പുമായി ബന്ധപ്പെട്ട വർഷം ഒന്ന് ഓർത്തിരിക്കുക. 2016 ഓർത്തിരിക്കുക, ഡേറ്റ് ഓർത്തിരുന്നില്ലെങ്കിലും. ഡിസംബർ 30, 2016 നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ലോഞ്ച് ചെയ്തു. ഡെവലപ്പർ NPCI ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ഭീം ആപ്പ് നോർമലായിട്ട് നമ്മൾ പൈസ അയക്കുന്ന സംഭവം തന്നെ, വേറൊന്നുമില്ല. UPIയിലാണ് വർക്ക് ചെയ്യുന്നത്. UPI ആണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. UPI പ്ലാറ്റ്ഫോമിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് USST ആണ്. USST ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണത്. ഡാഷ് ഈസ് എ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ദാറ്റ് എനേബിൾസ് കസ്റ്റമർ ടു യൂസ് മൊബൈൽ ബാങ്കിങ് വിത്തൗട്ട് സ്മാർട്ട് ഫോൺ ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. വിത്തൗട്ട് സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റ് കണക്ഷനോ ഇല്ലാതെ ഒരു ബാങ്കിങ് ഫെസിലിറ്റി നടത്തുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതാണ് ഗൂഗിൾ പേ ഉണ്ട്, Paytm, USST, IMPS ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് എന്ത് പറഞ്ഞത്, USST എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് എന്തില്ലാതെ, ബാങ്കിങ് വിത്തൗട്ട് യൂസ് മൊബൈൽ ബാങ്കിങ് വിത്തൗട്ട് സ്മാർട്ട് ഫോൺ. മറ്റേത് സ്മാർട്ട് ഫോൺ ഉണ്ടായാലല്ലേ നടക്കുള്ളൂ. സ്മാർട്ട് ഫോണും വേണ്ട, ഇൻ്റർനെറ്റ് കണക്ഷനും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാവണമെന്ന് വെച്ചാൽ USST ഒരു കോഡാണ് കേട്ടോ. അതായത് ഒരു കോഡാണ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. അത് സെല്ലുലാർ ടെലിഫോൺ ഫോൺസും പിന്നെ അവരുടെ കമ്പനീസും തമ്മിലുള്ള ഒരു കോഡാണ്. ആ കോഡ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ USST ഫുൾ ഫോം വരെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ എന്നാണ് പേര്. അൺസ്ട്രക്ചേർഡ് എന്നാണ് കേട്ടോ. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ എന്നാണ് ഫുൾ ഫോം വരുന്നത്. ക്യുക്ക് കോഡ്സും അല്ലെങ്കിൽ ഫീച്ചർ കോഡ്സ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് USST കോഡ്സ്. USST കോഡ്സ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ക്യുക്ക് കോഡ്സ്, ഫീച്ചർ കോഡ്സ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? GSM സെല്ലുലാർ ടെലിഫോണിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് മൊബൈൽ നെറ്റ്വർക്കേഴ്സിൻ്റെ കമ്പ്യൂട്ടേഴ്സിലേക്ക് പോവുകയും അതുവഴി ആ ട്രാൻസാക്ഷൻ സാധ്യമായി ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതാണ് USST എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ചൂസ് എ റോങ് വൺ, തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിസ്ക് ഈസ് എ വൈഡ് സ്പ്രെഡ് ഇൻ റീറ്റെയിൽ ബാങ്കിങ്. റീറ്റെയിൽ ബാങ്കിങ്ങിൽ റിസ്ക് ഉണ്ട് തീർച്ചയായിട്ടും അല്ലേ. അപ്പം പ്രധാനമാണല്ലോ. ഇപ്പോൾ നമ്മൾ മൊബൈൽ അടവിന് വാങ്ങണു, പിന്നെ ലാപ്ടോപ്പ്, അങ്ങനെ പലതരത്തിലും റിസ്ക് ഇല്ലേ? തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട് അല്ലേ. ഇപ്പോൾ കസ്റ്റമർ അടച്ചില്ലെങ്കിലോ. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ധാരാളം ഉള്ളതാണ് റീറ്റെയിൽ ബാങ്കിങ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീറ്റെയിൽ ബാങ്കിങ് ഈസ് മാർക്കറ്റ് ബാങ്കിങ് മോഡൽ. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇൻ കോപ്പറേറ്റീവ് ബാങ്കിങ് ദർ ഈസ് നോ റീറ്റെയിൽ ബാങ്കിങ്. ക്ലയൻറ്റ് ബേസ് വിൽ ബി ലാർജ് ഇൻ റീറ്റെയിൽ ബാങ്കിങ്. റീറ്റെയിൽ ബാങ്കിങ് ക്ലയൻറ്റ് ബേസ്ഡ് തന്നെയാണ്. കാരണം ക്ലയൻറ്റാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെ അവർക്ക് എന്തെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞത് റീറ്റെയിൽ ബാങ്കിങ് അല്ലേ. പക്ഷേ ഇതിൽ തെറ്റായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത് കോപ്പറേറ്റീവ് ബാങ്കിങ് ദർ ഈസ് നോ റീറ്റെയിൽ ബാങ്കിങ്. അങ്ങനെ പറയാൻ പറ്റില്ല. കോപ്പറേറ്റീവ് ബാങ്കിങ് റീറ്റെയിൽ ബാങ്കിങ് അല്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെയും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പിന്നെ വരുന്ന ഡെപ്പോസിറ്റർക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ഉപഭോക്താക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റായൊരു സെൻറ്റൻസ് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഇൻ കോപ്പറേറ്റീവ് ബാങ്കിങ് ദർ ഈസ് നോ റീറ്റെയിൽ ബാങ്കിങ് എന്നതാണ് റോങ് വൺ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡാഷ് ഈസ് എ ടൈം ബൗണ്ട് ബിൽ വിച്ച് മീൻസ് ദ പേയ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ് വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. കറക്റ്റ് ടൈമിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബില്ല്. അതെന്താ സംഭവം? ഉസാൻസ് ബില്ലാണോ, ഡിമാൻഡ് ബില്ലാണോ, കൈറ്റ് ബില്ലാണോ, സപ്ലൈ ബില്ലാണോ? അപ്പോൾ അതിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഉസാൻസ് ബില്ലാണ്. ഉസാൻസ് ബില്ലിന് മറ്റൊരു പേരാണ് എന്ത്?
ടൈം ബില്ലെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI ഫൗണ്ട് ചെയ്ത വർഷമാണ്. അപ്പോൾ NPCI ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ NPCI ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കണം. NPCIയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ NPCI എന്തായാലും മിനിമം വർഷവും പിന്നെ അതിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഒന്ന് പഠിച്ചിട്ട് പോകണം എക്സാമിന് മുമ്പ് കേട്ടോ. അപ്പോൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 തുടങ്ങിയത്. ഓക്കെ. 2008 ആണ് വർഷം വരുന്നത് കേട്ടോ. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ഇൻ ദി ഇയർ 2008. പിന്നെ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് BSBDA, അത് മെയിൻലി മീൻ ഫോർ ഡാഷ് പീപ്പിൾ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ബിസിനസ് പീപ്പിളിനാണോ, മിഡിൽ ഇൻകം പീപ്പിളിനാണോ, പുവർ പീപ്പിളിനാണോ, എംപ്ലോയീസിനാണോ? വളരെ പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ അക്കൗണ്ടാണ് BSBDA എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് സെക്ഷൻ 5B ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽ ചെയ്യുന്നത് എന്താണെന്നാണ്. സെക്ഷൻ 5B ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ്? സെക്ഷൻ 5B എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെഫിനിഷൻ ഓഫ് ബാങ്ക് ആണ് അല്ലേ. 5B എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെഫിനിഷൻ ഓഫ് ബാങ്ക് ആണ്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ദ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ടിൽ ദ ടൈം ഹി ഓർ ഷീ ഈസ് അലൈവ്. അതായത് ഡാഷ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട് ഓൺലി ദ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ, ആദ്യത്തെ അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ട് ഹോൾഡർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി അക്കൗണ്ട് ഹോൾഡർക്ക് മാത്രമാണ് ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ടിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മുടെ PYQ ആണ്. അപ്പോൾ PYQവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ, രണ്ടാമതും കടന്നു വന്നിരിക്കുന്നു. അതേ സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റം ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ഫോർമർ ഓർ സർവൈവർ എന്നുള്ള ഉത്തരത്തോട് കൂടിയിട്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് പ്രധാനപ്പെട്ടാണ് നോക്കി വയ്ക്കുക കേട്ടോ. ഇത് രണ്ടാമത്തെ സെറ്റാണ്. ആദ്യത്തെ സെറ്റിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ 20 ക്വസ്റ്റ്യൻസ് 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്ത് 50 ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ. നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ് ഡീൽസ് സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഡീൽ ചെയ്യുന്നത് ഏത് സെക്ഷനാണ്? 131 ആണോ, 89 ആണോ, 130 ആണോ, 85 ആണോ? അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ട ഏതാണ് സംഭവം? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 130 ആണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അണ്ടർ ഡാഷ് എൻഡോഴ്സ്മെൻറ്റ് ദ എൻഡോസർ മേക്ക് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് വൺ ഷുഡ് ഇൻകർ എനി എക്സ്പെൻസസ് ഓൺ ഹിസ് അക്കൗണ്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ. അതായത് ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നു എന്നും എന്താണ്? വൺ ഷുഡ് ഇൻകർ എനി എക്സ്പെൻസസ് ഓൺ ഹിസ് അക്കൗണ്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർഡ്. അതായത് മേക്ക് ഇറ്റ് ക്ലിയർ, അദ്ദേഹം അത് ക്ലാരിറ്റി വരുത്തുന്നത് ഏത് എൻഡോഴ്സ്മെൻറ്റിലാണ് പറയണതെന്നാണ്. അണ്ടർ ഡാഷ് എൻഡോഴ്സ്മെൻറ്റ് ദ എൻഡോസർ മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് വൺ ഷുഡ് ഇൻകർ എനി എക്സ്പെൻസസ് ഓൺ ഹിസ് അക്കൗണ്ട് ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ഇൻകർ എനി എക്സ്പെൻസസ് ഓൺ ഹിസ് അക്കൗണ്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർഡ് എന്ന് പറയുന്നത് എന്താണ്? സാൻസ് ഫ്രൈസ് ആണ് കേട്ടോ. സാൻസ് ഫ്രൈസിലാണ് അങ്ങനെ പറയുന്നത്. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണത് എവിടെയാണ്? ഡിസോണർ ആയാലുള്ള എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് പറയണത് സാൻസ് ഫ്രൈസിലാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സെക്യൂരിറ്റിയാണ്. അറിയുന്നതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റഡ് ബൈ ദ ബോറോവർ ഹിംസെൽഫ് ആസ് കവർ ഫോർ എ ലോൺ. ലോണിന് വേണ്ടി കൊടുക്കുന്ന ഡെപ്പോസിറ്റ് എന്താണ്? ബോറോവർ കൊടുക്കുന്നത് എന്താണ്? പ്രൈമറി സെക്യൂരിറ്റി ആണോ, സെക്കൻഡറി സെക്യൂരിറ്റി ആണോ, കൊളാട്രൽ സെക്യൂരിറ്റി? കൊളാട്രൽ പിന്നെ അഡീഷണൽ ആണല്ലോ, കൊടുക്കുന്ന അഡീഷണൽ സെക്യൂരിറ്റി ആണല്ലോ. മറ്റത് പ്രൈമറി സെക്യൂരിറ്റിയാണ്, പ്രഥമമായിട്ടുള്ള സെക്യൂരിറ്റിയാണ് അല്ലേ. നെക്സ്റ്റ് പറഞ്ഞാൽ നബാർഡ് സെറ്റപ്പ് ചെയ്ത വർഷമാണ്. ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വളരെ എളുപ്പമുള്ളതും ചിലത് നമുക്ക് കിട്ടാത്തതും ഉണ്ട്. ഓക്കെ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. 1982 നബാർഡിൻ്റെ വർഷം വന്നിട്ടുള്ളത്. വെൻ എ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ ഫ്യൂച്ചർ ഡെപ്റ്റ് ഇറ്റ് ഈസ് കാൾഡ്. ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഫ്യൂച്ചർ ഡെപ്റ്റുമായിട്ടുള്ള പിന്നെ ഗ്യാരണ്ടി ആണെങ്കിൽ അതിൻ്റെ പേര്, ആ പേരിൽ തന്നെയുണ്ട്. ഫ്യൂച്ചർ ഡെറ്റ് ആയിട്ടുള്ള ഗ്യാരണ്ടി ആണെങ്കിൽ അത് ഏത് പേരിലാണ് അറിയപ്പെടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോസ്പെക്റ്റീവ് ആണ് കേട്ടോ. പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടിയാണ്. ഫ്യൂച്ചർ ഡെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്യാരണ്ടി പ്രോസ്പെക്റ്റീവ് ആണ്. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ അറിയാം, വളരെ റിസ്കി ക്യാപിറ്റലാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടപ്പ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പക്ഷേ അതിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതിനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്?
ഈ കേൾക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരേണ്ടത് റിസ്ക് ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, റിസ്ക് ക്യാപിറ്റലാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് PYQ ആയിരുന്നു കേട്ടോ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 2 PYQ ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമുള്ളതും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാത്ത വെച്ചാൽ നോർമലി ചില കുട്ടികൾക്ക് അറിയുണ്ടാവും, ചിലവർക്ക് പുതിയതായിട്ട് തോന്നാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. വിച്ച് പബ്ലിക് സെക്ടർ ബാങ്ക് ഹാസ് ബീൻ ഡിക്ലെയർഡ് എ പ്രൈവറ്റ് ബാങ്ക് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഇപ്പോൾ അടുത്ത്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്കിൽ ആയിരുന്ന ബാങ്കിനെ എടുത്തിട്ട് എന്താക്കി, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആക്കി. അത് ഏത് ബാങ്കാണെന്നാണ് ചോദ്യം. ഏത് ബാങ്കാണ്? IDBI ആണ് കേട്ടോ. IDBIനെ അല്ലേ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ എന്താക്കി, പ്രൈവറ്റ് മേഖലയിലാക്കി. IDBIയുടെ ഒരു മാറ്റം വന്നു, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് പറയുന്നത് വിച്ച് എൻറ്റിറ്റി ഇൻട്രൊഡ്യൂസ് ദ ഓപ്പറേഷണൽ ഫ്രെയിം വർക്ക് ഫോർ ദ റീക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം FPI ടു FDIയിലേക്ക് മാറ്റുന്നത്? എൻറ്റിറ്റി ഓപ്പറേഷണൽ ഫ്രെയിം വർക്ക് ആരാണ് ഇത് ഇറക്കുന്നത്? റീക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കുന്നത് ആരാണ്? പ്രധാനപ്പെട്ട ഒരു നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ, RBI ആണ് ഇറക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് RBI റെഗുലേറ്റ്സ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് NBFCസിനെ ഏത് സെക്ഷനിലാണ് പറയുന്നതെന്നാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. സെക്ഷൻ 35 ആണോ, സെക്ഷൻ 45 1A ആണോ, പിന്നെ സെക്ഷൻ 20 ആണോ, സെക്ഷൻ 26 ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? സെക്ഷൻ 45 1A ആണ്. ഇതിലാണ് അവരുടെ ഫണ്ട് മാറ്റി വയ്ക്കണതിനെ കുറിച്ചിട്ടൊക്കെ പറയേണ്ടത്. റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്, ഫണ്ട് ഇത്ര മാറ്റി വയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഈ ഒരു സെക്ഷൻ 45 1A കേട്ടോ. 45 1A. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് RBI കൺട്രോൾസ് ഇൻഫ്ലേഷൻ യൂസിങ് വിച്ച് ടൂൾ? ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് RBI ഇൻഫ്ലേഷൻ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫിസ്ക്കൽ പോളിസിയാണോ, മോണിറ്ററി പോളിസിയാണോ, ട്രേഡ് പോളിസിയാണോ, ഇൻഡസ്ട്രിയൽ പോളിസിയാണോ? അപ്പോൾ ഏത് പോളിസിയാണ്? മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പിന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് റെക്കമെൻഡേഷൻ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ്. അപ്പോൾ കമ്മിറ്റിയുടെ ക്ലാസ്സസ് നമ്മൾ ഒരെണ്ണം ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഏതോ RRB അല്ലേ, RRB നമ്മൾ നരസിംഹം എന്നുള്ളത് മാറി പറഞ്ഞു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് ഒന്നായിരിക്കും, പറയണത് ചിലപ്പോൾ ഒന്ന് മാറിയതാണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ പിൻ ചെയ്തായിരുന്നു, അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് മങ്ങും ഇങ്ങും മാറുന്നതാണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ? നരസിംഹമാണ് ഈ ഒരു ഉത്തരമായിട്ട് വരുന്നത്. നരസിംഹം കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുള്ളത് കേട്ടോ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ 50 ക്വസ്റ്റ്യനാണ് നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എക്സാമിൻ്റെ അടുത്തുള്ള വീഡിയോ ആണിത്. അപ്പോൾ എക്സാം അടുത്തു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക, ആരും ടെൻഷനൊന്നും അടിക്കരുത്. നമുക്കറിയാവുന്നത് വൃത്തിയിൽ പോയി എഴുതാവുന്ന രീതിയിൽ പഠിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി പോയിട്ട് എഴുതുക. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ കൂടാതെ ഇപ്പോൾ ഈ സമയത്ത് ടെൻഷൻ അടിച്ച് ഉറക്കമൊഴിച്ച് നിങ്ങളുടെ എല്ലാ കോൺഫിഡൻസും ഒന്നും കളയാൻ പാടില്ല. സമാധാനമായിട്ടുള്ള മനസ്സോടുകൂടി നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.